അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന സൈനിക സംഘർഷങ്ങൾക്കും യുദ്ധഭീതിക്കും അന്ത്യമാകുന്നു എന്ന നിർണായക പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച എപ്പിഫ്യൂറി എന്ന സൈനിക നീക്കം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും തീരുമാനിച്ചതോടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ്. 1973 അമേരിക്കൻ നിയമപ്രകാരം പാർലമെന്റിന്റെ അനുമതിയില്ലാതെ 2 മാസത്തിലധികം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന ഭരണഘടനാപരമായ പരിമിതിയും ഈ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നൽകിയിരുന്ന സൈനിക അകമ്പടി പിൻവലിക്കാനുള്ള തീരുമാനം മേഖലയിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ സഹായിക്കും. നിലവിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രി ചൈനയിൽ നടത്തുന്ന ഉന്നതതല ചർച്ചകൾ ഈ സമാധാന നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്. ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ജൂൺ ആദ്യവാരത്തോടെ ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ പൂർവ്വസ്ഥിതിയിലാകുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഒരു പുതിയ നയതന്ത്ര യുഗത്തിന്റെ തുടക്കമാണിതെന്നും ഈ നീക്കങ്ങൾ വ്യക്തമാക്കുന്നു.